ഈ അവിടെയുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റി കേൾക്കുക, അവർ ഏകദേശം 1,30,040,000 പേരോളം ഉണ്ട് അവിടെ താമസിക്കുന്നവരുണ്ട്. ഇതിലേറ്റവും കൂടുതൽ ഈ ജൂയിഷ് കമ്മ്യൂണിറ്റി അവിടെ വരുന്നത് ഈ ഹോളോകോസ്റ്റിന് ശേഷമാണ്. ഇസ്രായേൽ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ജൂയിഷ് കമ്മ്യൂണിറ്റി മൈഗ്രേറ്റ് ചെയ്ത ആ ഒരു സമയത്ത് ഓസ്ട്രേലിയയിലാണ്. അവർ ബിസിനസ്സുകാരുണ്ട്, ലോയേഴ്സ് ഉണ്ട്, അക്കാഡമീഷ്യൻസ് ഉണ്ട്, പ്രൊഫസേഴ്സ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നവരുണ്ട്, സയൻറ്റിസ്റ്റുകളുണ്ട്, ഇന്നോവേറ്റേഴ്സ് ഉണ്ട്. അല്ല, ഹൈ പ്രൊഫഷനാണ്. അതൊരു അപ്പർ മിഡിൽ ക്ലാസ്സുമാണ് ജൂയിഷ് കമ്മ്യൂണിറ്റി ഓസ്ട്രേലിയ. സാമ്പത്തികമായിട്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല, നല്ലപോലെ ജീവിക്കും. ഒരു ക്ലോസ്ഡ് സംഭവമാണ്, അവർ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആ രീതിയിലാണ് ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി. അവർക്ക് സിനഗോഗും റാബി സംഭവങ്ങളൊക്കെ ഉണ്ട്. ബേസിക്കലി ഇത്രയും പ്രാവശ്യം ഉണ്ടായപ്പോഴും ഗ്ലോബലായിട്ടും പല ഇൻ്റർനാഷണൽ ഏജൻസികളും ഇവരെല്ലാം ഈ ആൻ്റണി ആൽബനീസ് എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനമന്ത്രിയോടും അവരുടെ ക്യാബിനറ്റിനോടും പറഞ്ഞതാണ്, ആൻറ്റി സെമറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ കൺട്രോൾ ചെയ്യണം, ഇത് ക്രമം വിട്ടു പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇറാൻ എംബസി അവിടുന്ന് ടെർമിനേറ്റ് ചെയ്തു ആ ഗവൺമെൻറ്. പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അവരാണ് ഈ ആൻറ്റി സെമറ്റിക് ജൂയിഷിനെതിരെ ഉള്ളതിനകത്ത് ഫണ്ട് ചെയ്യുന്നു, അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഡിജിറ്റൽ രീതിയിൽ ജൂയിഷ് കമ്മ്യൂണിറ്റിക്കെതിരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഈ അവരുടെ സിനഗോഗും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനും അതേപോലെ ബിസിനസ് സ്ഥാപനങ്ങൾ തകർക്കാൻ അവരാണ് ഫണ്ട് ചെയ്ത് എൻകറേജ് ചെയ്യുന്നത്, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. അപ്പം അതിൻ്റെ കാര്യം ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഇറാനിയൻ കോൺസുലേറ്റ് എംബസി അവിടുന്ന് ടെർമിനേറ്റ് ദൂരെയാണ്. അപ്പോൾ ഇറാനും എന്ത് ചെയ്തു, അത് ബേസ്ലെസ് ആണെന്ന് പറഞ്ഞ് അവരും അത് കൺഡൗൺ ചെയ്തു, ഡൗൺസൈസ് ചെയ്തു. ഓസ്ട്രേലിയ കംപ്ലീറ്റ് അവരുടെ എല്ലാ ഓപ്പറേഷൻസ് ഇറാനിൽ നിന്ന് വിഡ്രോ ചെയ്തു. ഇനി യഥാർത്ഥത്തിലുള്ള സംഭവങ്ങൾ പറയാം. അത് ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയറാണ്. അതായത് അവിടെ താമസിക്കുന്ന സിറ്റിസൺസ് എത്രയോ വർഷം കൊണ്ട് നല്ല പൊസിഷനിലുണ്ട്, ബിസിനസ് ഉണ്ട്, ഗവൺമെൻറ് ജോബിലുണ്ട്, എല്ലായിടത്തും വൈറ്റ് കോളർ ജോബ് എല്ലാം ചെയ്യുന്നവരുണ്ട്. പല ആവർത്തി അവിടുത്തെ പോലീസ് ഇൻവെസ്റ്റിഗേഷനും ഒക്കെ പറഞ്ഞതാണ്, വല്ലാത്തൊരു ഗ്രൂപ്പ്, അതായത് ഇസ്ലാമിക റാഡിക്കൽ ഗ്രൂപ്പ് ഓസ്ട്രേലിയയിൽ വളർന്നു വരുന്നുണ്ട്. അതിനെ കർബ് ചെയ്യണം, അതിനെ കൺട്രോൾ ചെയ്യണം. അവർ ഇടയ്ക്ക് ആൻറ്റി സെമറ്റിക്കോ അതേപോലെ തന്നെ ജൂയിഷ് കമ്മ്യൂണിറ്റിക്കെതിരെയും ഗ്ലോബലായിട്ട് ക്യാമ്പയിൻ്റെ ഭാഗമാണ്.